CPM നേതാവ് AK ബാലനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്ത് ഇസ്ലാമി കലാപത്തിന് ശ്രമിച്ചു എന്ന പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഒരാഴ്ചയ്ക്കകം പ്രസ്താവന പിൻവലിച്ചില്ല എങ്കിൽ ക്രിമിനൽ, സിവിൽ കേസുകൾ നൽകുമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു. സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, നോട്ടീസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും എടുത്തു പറയുന്നത്? അജി, AK ബാലൻ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നിരവധി വിവാദ കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് കേന്ദ്രീകരിച്ച് ജമാഅത്തെ ഇസ്ലാമി വർഗീയ കലാപത്തിന് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചെങ്കിലും അദ്ദേഹം അത് എല്ലാവർക്കും അറിയാമെന്നാണ് പറഞ്ഞത്. ഇത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ അപകീർത്തിപ്പെടുത്തുന്നതിനും സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് എന്നുള്ളതാണ് പ്രധാനമായും ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നത്. ഈ ജമാഅത്ത് ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുകയും ഈ മറ്റു മതസ്ഥർക്കിടയിൽ ഒരു ഇസ്ലാം ഭീതി പടർത്തി അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് AK ബാലന്റെ പ്രസ്താവനയെന്നും അതുകൊണ്ട് ഈ പ്രസ്താവന എത്രയും പെട്ടെന്ന് പിൻവലിക്കണം, ഒരാഴ്ചക്കകത്ത് തന്നെ ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഈ 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വരും. ഇത് കൂടാതെ സിവിൽ, ക്രിമിനൽ ഈ നടപടികളുമായി മുന്നോട്ട് പോകും എന്നും ആ വക്കീൽ നോട്ടീസിൽ പറയുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ അഡ്വക്കേറ്റ് അമീൻ ഹസൻ വഴിയാണ് വക്കീൽ നോട്ടീസ് അയച്ചത്.